നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു വിവാഹം എന്ന് പറയുന്നത് പെണ്ണിന്റെ ആണിന്റെയും ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണല്ലോ. അപ്പം എന്റെ കാര്യമാണ്. പ്രകാശിന്റെ കാര്യം തന്നെ എടുക്കാം. സുചിത്രയെ കെട്ടുന്നത് വരെ അവൻ തീരെ ഉത്തരവാദിത്തമില്ലാത്തവനായിരുന്നു. കെട്ട് കഴിഞ്ഞതോടെ അവൻ നല്ലൊരു ഗൃഹനാഥനായിട്ട് മാറി. കൊള്ളാം കൊള്ളാം. മനോജിന്റെ നന്മ മനസ്സിലാക്കിയിട്ട ഹരിത ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത്. അവനെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തതിൽ ഹരിതയ്ക്കും അനിഷ്ടമൊന്നുമില്ല. രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന മഹത്തായ ഒരു കർമ്മമാണല്ലോ വിവാഹം. മെഗാ സീരിയൽ വരെ വലിച്ചു നീട്ടാതെ കാര്യം പറ അച്ഛമ്മേ. വന്ദനയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ആരാ അമ്മേ വരൻ? വന്ദനയുടെ മുതലാളിയാ. രാജീവിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. വന്ദനെ രാജീവിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടിരിക്കെ ഒരു രണ്ടാം കെട്ടുകാരന്റെ ഓഫറാണോ വന്നിരിക്കുന്നത്? രാജീവ് മേനോന് ഒരു കുട്ടിയുള്ളതല്ലേ? ബൈ 1 and get 1 ഫ്രീ എന്ന് പറയുന്ന പോലെയാണല്ലോ ഇത്. രാജീവിനെ കെട്ടിയാലേ ഒരു കുഞ്ഞു ഫ്രീ. ഒരു രണ്ടാം വീട്ടുകാരനെ കൊണ്ട് വന്ദനേച്ചിയെ വിവാഹം കഴിപ്പിക്കുന്നതിൽ എനിക്കും എതിർപ്പുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വന്തം സഹോദരന്മാർക്ക് തമാശിച്ച് ചിരിക്കാനും രോഷം പ്രകടിപ്പിക്കാനും കണ്ട വിഷയം. അച്ഛാ, ഒരു രണ്ടാം കെട്ടുകാരനാണെങ്കിലും സ്വഭാവം കൊണ്ട് രാജീവ് സാർ നല്ലൊരു വ്യക്തിയാ. ഈ വിവാഹം നടക്കുമെങ്കിൽ അത് ചേച്ചിയുടെ മഹാഭാഗ്യവാ. ജാതകദോഷമുള്ള പെണ്ണിന് ഇനി ഒന്നാം കെട്ടുകാരനൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രായം കൂടുന്തോറും കാര്യങ്ങള് നമ്മുടെ കയ്യിൽ നിൽക്കാതാവും. അതുകൊണ്ട് ഈ ബന്ധം നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം. അത് തന്നെയാ എന്റെ അഭിപ്രായം. മാധവ, എന്തായാലും ഹരിതമോൾ അന്തസ്സായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. നന്നായി. ഹരിതമോളുടെ അഭിപ്രായം തന്നെയായി എനിക്കും. മതി. ഇക്കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ടത് വന്ദനയാണ്. എന്താ മോളെ നിന്റെ അഭിപ്രായം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.